നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. സത്യപ്രതിജ്ഞ ചെയ്യും വരെ പദവി രഹസ്യമായിരുന്നു. മോദി വിളിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് കുടുംബസമേതമാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് എത്തിയത്. രാവിലെ ഡൽഹിയിലെത്തിയ കേരള ഹൌസിലെത്തി ജോർജ് കുര്യൻ വിവരം രഹസ്യമാക്കി വെച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മന്ത്രിസഭയിലേക്കെന്ന് വ്യക്തമായത്. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണ കൂടി മുറുകെ പിടിച്ചുകൊണ്ട് അതിനുള്ള മറുപടിയാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം. മണിപ്പൂർ സംഭവത്തിന് പിന്നാലെ അകന്ന ക്രൈസ്തവ വിഭാഗങ്ങളോട് വീണ്ടും അടുക്കുവാനുള്ള ശ്രമം കൂടിയാണ് BJP ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്ന ജോർജ് കുര്യൻ രാജ്യമാകെയുള്ള ക്രിസ്ത്യൻ നേതാക്കളുമായുള്ള ബന്ധവും ഈ മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ്. രാജഗോപാലിന്റെ OSD ആയി പ്രവർത്തിച്ച അനുഭവ സമ്പത്തും ജോർജ് കുര്യന് ഉണ്ട്. തൃശൂരിൽ മിന്നും വിജയം നേടി BJP കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിനാലാണ് സുരേഷ് ഗോപിക്ക് അതൃപ്തിയുള്ളത്. മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങളും പ്രതികരിച്ചത്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത്. മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയില്ലാത്ത സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. ഒപ്പം സുരേഷ് ഗോപി തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണകളുള്ള മറുപടിയായി ജോർജ് കുര്യനും സഹമന്ത്രി സ്ഥാനം ലഭിച്ചു. തൃശൂരിൽ LDFനെയും UDFനെയും തറപറ്റിച്ച് നേടിയ വിജയത്തിന്റെ മധുരത്തിൽ കല്ലുകടിയാവുകയാണ് സുരേഷ് ഗോപിയുടെ അതൃപ്തി. അതേസമയം സുരേഷ് ഗോപി സാംസ്കാരിക മന്ത്രാലയത്തിലേക്കെന്ന സൂചനയും ഉണ്ട്. ജോർജ് കുര്യന് വിദേശകാര്യമോ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി സ്ഥാനമോ കിട്ടിയേക്കും. സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താൽ സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയത് എന്നാണ് BJP നേതൃത്വം നൽകുന്ന വിശദീകരണം. നേരത്തെ തന്നെ സിനിമയുടെ തിരക്കുകൾ താരം കേന്ദ്ര നേതൃത്വത്തെ ബോധിപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ വന്ന ചില വാർത്തകളുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെയോടുകൂടി വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകില്ല എന്ന വാർത്ത. കേന്ദ്രമന്ത്രി ആയേക്കില്ല എന്ന വാർത്ത തന്നെയായിരുന്നു തുടർന്നിരുന്നത്. അതായത് ഇത്തരത്തിൽ സിനിമകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാക്കാത്തതിൽ അതൃപ്തിയുണ്ട് എന്ന തുറന്ന പറച്ചിൽ കൂടി നടത്തിയിരിക്കുകയാണ്. ആ തുറന്ന പറച്ചിലിന് പിന്നാലെ തന്നെ നിലവിൽ കേന്ദ്രമന്ത്രിയാകാൻ, അതായത് സഹമന്ത്രിയാണ്, ആ സഹമന്ത്രിയായി തന്നെ തുടരും. പക്ഷെ അപ്പോഴും അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്.